സന്തോഷം ടീച്ചർ, ഒരുപാട് സന്തോഷം. കെമിസ്ട്രി പഠിക്കാൻ പോയിട്ട് സംസ്കൃതത്തിലേക്ക് എത്തിയിട്ട് ആ കഥ പറഞ്ഞപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ലോകത്തിലെ മൊത്തം ഒന്ന് നോക്കുകയാണെങ്കിൽ ഏത് ഓർഗനൈസേഷൻ എടുത്തോളൂ, പ്രൊഫഷൻ എടുത്തോളൂ, ഏത് മേഖല എടുത്താലും അവിടെ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ ഈ ഒരു തിരിച്ചറിവ് ഏതോ ഒരു കാലത്തിൽ അവർക്ക് കിട്ടുമ്പോഴാണ്, ആ ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അവരിങ്ങനെ ആനന്ദത്തോടെ പ്രവർത്തിക്കാൻ, ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നത്. ഒരു ആത്മാവിഷ്കാരം. അത് നമ്മുടെ ദർശനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് വരാനൊരു കാരണമുണ്ട്. ഈ ഭൂമിയിൽ വരുന്ന ആരും, ടീച്ചർ പറഞ്ഞു, ആരും മോശക്കാരല്ല. സൈക്കോളജിയും അത് തന്നെ പറയുന്നത്. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉപജ്ഞാതാവുണ്ട്, എറിക് ബേൺ. അദ്ദേഹം പറയുന്നൊരു കോട്ടുണ്ട്. ഈ ഭൂമിയിൽ കുട്ടികൾ രാജകുമാരനും രാജകുമാരിയായിട്ടാണ് ജനിക്കുന്നത്. അവരെ തവളകളാക്കുന്നത് ആരൊക്കെയെന്ന് എനിക്കറിയില്ല, നമ്മളൊക്കെ തന്നെയാണ്. കാരണം അവരുടെ ഉള്ളിൽ ഒരു വലിയ കഴിവായിട്ടാണ് പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിക്കും ഒരു വലിയ സാധ്യത, വലിയൊരു കഴിവ് എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് തിരിച്ചറിയാതെ നമ്മൾ പോകുന്നു. കാരണം മത്സരബുദ്ധിയോടെ അയൽവാസിയുടെ കുട്ടി MBBS ആണ്, അല്ലെങ്കിൽ NIT-യിലാണ് പഠിക്കുന്നത്, IIT-യിലാണ് പഠിക്കുന്നത്, അതേ സ്റ്റാമ്പ് ഇവിടെയും വേണമെന്ന് പറഞ്ഞിട്ട് അത് വളരാൻ നമ്മൾ അവസരം കൊടുക്കുന്നില്ല. അപ്പൊ ദർശനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ശക്തിയില്ല, സർഗശക്തി, ഒരു വ്യക്തിയുടെ ഉള്ളിലെ സർഗശക്തിയെ നിങ്ങൾ പോഷിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഏറ്റവും മികച്ച ഒരു ആനന്ദം, ലഹരി അനുഭവിക്കുന്നുണ്ട്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു ലഹരി അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് ഈ സർഗശക്തി ഉപയോഗിച്ച് എൻ്റെ ആവിഷ്കാരം, അതെൻ്റെ കഥയാകാം, ചിത്രം വരെയാകാം, പാട്ടാകാം, ഡാൻസ് ആകാം, ഗെയിംസ് ആകാം, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആ കുട്ടി അനുഭവിക്കുമ്പോൾ ഏറ്റവും മികച്ച ഒരു വ്യക്തിയാണ് സമൂഹത്തിൽ രൂപപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും മികച്ചൊരു സൊല്യൂഷനാണ്. വേറൊന്നും നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ട. ഒരു കുട്ടിയുടെ ഏറ്റവും ഇഷ്ടമുള്ള മേഖല, കഴിവുകൾ ഏതാണ്, അതിന് വളരാനൊരു അവസരം കൊടുക്കുമ്പോൾ, വിദ്യാഭ്യാസത്തിനൊപ്പം കൊടുക്കുമ്പോൾ വളരെ ബാലൻസ്ഡ് ആയിട്ടൊരു വ്യക്തിയാണ് അവിടെ വരുന്നത്. ഉള്ളിൽ കുറച്ചും കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ വ്യക്തി പ്ലഷർ അല്ലെങ്കിൽ സെക്ഷൽ ഇതിലേക്ക് അഡിക്റ്റ് ആവും. ഇന്ന് നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് നിംഹാൻസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് അവർ പറയുന്നത്, പ്രത്യേകിച്ച് ഈ കൗമാരക്കാർ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആവുന്നത് മോശം വീഡിയോസ്, പണ്ട് 30-40 കഴിഞ്ഞ് അനുഭവിച്ച കാര്യങ്ങളൊക്കെ അവർ 10-14 വയസ്സിൽ കാണുമ്പോൾ തന്നെ അനുഭവിക്കുന്നുണ്ട്. അതിന് അഡിക്റ്റ് ആയി പോവാണ്. അപ്പോൾ ഒന്ന് അതാണ്, വല്ലാതെ സുഖത്തിൽ അവർ കുടുങ്ങിപ്പോവും. സുഖത്തിന്റെ അടിമയായ ഒരു വിദ്യാർത്ഥിക്ക് യഥാർത്ഥത്തിൽ വളരാൻ കഴിയുന്നില്ല, അവൻ അടിമ തന്നെയാണ്. രണ്ടാമതുള്ളൊരിത്, ഏറ്റവും കൂടുതൽ ക്രിമിനൽസിനെല്ലാം, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒട്ടും ശാന്തി അനുഭവിക്കുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ശാന്തി അനുഭവിക്കാത്ത വ്യക്തി ചുറ്റുമുള്ളവരായിട്ട് എന്നും യുദ്ധത്തിന് പോകും. അപ്പം ഈ രണ്ട് സ്വഭാവം ഒഴിവാക്കാനുള്ള ഏറ്റവും മികച്ച ഔഷധമാണ് ടീച്ചർ പറഞ്ഞ സർഗശക്തിയെ വളരാൻ നമ്മൾ അനുഭവിക്കുക. ഈ സർഗശക്തിയിലൂടെ അത് വളർന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാനും അങ്ങനെ തിരിച്ചറിഞ്ഞു വന്നതാണ്. എയർഫോഴ്സിലായിരുന്നു, അവിടുന്ന് വളണ്ടിയർ റിട്ടയർമെന്റ് എടുത്താണ്. ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ചില നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ വൈകിട്ട് കുറച്ച് കാര്യങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ആനന്ദമൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊരു ഫീല് കിട്ടിയത്. മറ്റുള്ളവർക്ക് ചെറിയ ഹെൽപ്പൊക്കെ കൊടുക്കുമ്പോൾ, ദുഃഖിച്ചിരിക്കുന്ന വ്യക്തിക്ക് ചെറിയൊരു ആനന്ദം കൊടുക്കുമ്പോൾ ഞാനും വല്ലാത്തൊരു സന്തോഷം അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് അവിടുന്ന് VRS എടുത്തിട്ട് സൈക്കോളജി പഠനങ്ങളും കൂടുതൽ ഇങ്ങനെയുള്ള സർവീസിനൊക്കെ വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ എല്ലാ ഭാഗത്തും നമ്മൾ ഓടി നടന്ന് ക്ലാസ് എടുക്കാറുണ്ട്. പലതും അനാഥാലയങ്ങളിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കുക. അവിടെ വരുമാനം പോലും കിട്ടുന്നില്ല. പക്ഷേ ഒരു ഓർഗനൈസേഷനിൽ എത്രയോ വരുമാനം മേടിച്ചതിനേക്കാൾ 10-100 ഇരട്ടി ആനന്ദം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് വരുമ്പോൾ തന്നെ ഒരു കുട്ടീനെ സംസാരിക്കാൻ, ബസ്സിലിരുന്നിട്ട് തന്നെ സംസാരിക്കാൻ പറ്റി. കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ് എടുത്ത സ്ഥലത്തെ കുട്ടിയാണ്. അവൻ ക്ലാസ് കേട്ട് പറഞ്ഞു, ക്ലാസ്സൊക്കെ എനിക്ക് ഇഷ്ടമായി സാറേ, കുറെ നല്ല വാക്കൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം ഒന്ന് തെറ്റിദ്ധരിച്ചു,
ചില കോളേജിലെ കുട്ടികൾ കുറച്ച് റിവേഴ്സ് ലാംഗ്വേജ് ഉണ്ട്, അവരുടെ ഭാഷ അങ്ങനെയാണ്. ചിലപ്പോൾ നിങ്ങളെ കളിയാക്കാവോ, നിങ്ങളെ അഭിനന്ദിച്ചിട്ട്. ഞാൻ അങ്ങനെ ഒന്ന് തെറ്റിദ്ധരിച്ചു, പക്ഷെ പിന്നീട് മനസ്സിലായോ ഭയങ്കര ശുദ്ധ കുട്ടിയാണ്. അവൻ പറഞ്ഞതായിരുന്നു, ഞാൻ എന്തിനാണ് സാറേ ജീവിക്കുന്നത്, ഞാൻ എന്തിനാണ് കഷ്ടപ്പെട്ട് പഠിച്ച് വിജയം ഞാൻ എന്തിനു തേടണം. അപ്പൊ എനിക്കൊരു അത്ഭുതമായത്, എന്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഒന്നും കൂടി ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ പറയുന്നത്. അവൻ പറഞ്ഞ, എന്നോട് എൻ്റെ അമ്മയും അച്ഛനും സംസാരിക്കാറില്ല. അമ്മ ഡിവോഴ്സ് മേടിച്ച് പോയി. അമ്മ എപ്പോഴെങ്കിലൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരും. അച്ഛനാണെങ്കിൽ സംസാരിക്കാനും സമയമില്ല. ഞാൻ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്. അത് വല്ലാത്തൊരു ചോദ്യമായിരുന്നു. കുറച്ചു നേരം നമ്മളൊന്ന് മൗനത്തിലിരുന്നു. അവനോട് ഞാൻ ഇത് വേറൊരു ചോദ്യം ഇട്ട് കൊടുത്തു. നീ ഒരുപാട് സമ്പത്തും ഒരുപാട് ശക്തിയും അധികാരവും ഒക്കെ ഉള്ള ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ നീ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഇട്ട് കൊടുത്തു. അവൻ അതൊരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. കുറച്ചു നേരം ആലോചിച്ചിട്ട് അവൻ പറഞ്ഞു, അച്ഛനും അമ്മയില്ലാത്ത കുട്ടികളെ അവർക്ക് ഞാൻ വിദ്യാഭ്യാസം കൊടുക്കും, അവർക്ക് ഞാൻ സഹായങ്ങൾ ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പണവും ശക്തിയും ഉപയോഗിക്കും. അത് അവൻ്റെ ഉള്ളിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ചോദിച്ചു, ഇത് നിനക്ക് ചെയ്യാൻ പറ്റുമോ, നിനക്ക് ചെയ്തുകൂടെ, നിനക്കതിനുള്ള അവസരം മുന്നിൽ കിടക്കുന്നില്ലേ. അവിടെ വല്ലാത്തൊരു തീ ഞാനത് ഫീൽ ചെയ്തു. അവൻ പറഞ്ഞു, യെസ്, ഞാനത് തീരുമാനിച്ചു സാറേ, എനിക്ക് പഠിക്കണം. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്. ഒരുപാട് കുട്ടികൾ എന്നെ പോലെ അല്ലെങ്കിൽ ഒരുപാട് വയസ്സായ ആളുകളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചോളാന്ന് ഒരു വല്ലാത്തൊരു ആത്മശക്തി ഉണർന്ന രീതിയിൽ അവൻ പറയണ്ടായി. ഇപ്പൊ ലൈഫില് നമ്മൾ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ മാറ്റും. ഒന്ന് സർഗശക്തി ടീച്ചർ പറഞ്ഞത്. രണ്ടാമത്തത് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഡോക്ടർ ആവണം, എങ്ങനെ വക്കീലാവണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ ഹൗ, ഈ ഹൗ ഫാക്ടർ മാത്രമാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ നിങ്ങൾ പഠിക്കണം, എങ്ങനെ പരീക്ഷ പാസ്സാവണം, എങ്ങനെ നിങ്ങൾക്ക് സമൂഹത്തിൽ ടോപ്പ് ആവണം. നമ്മൾ മറന്നു പോകുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിന് നീ പഠിക്കണം, എന്തിന് നീ വിജയിക്കണം, എന്തിന് നീ വളരണം. അതിനൊരു ഉത്തരം കിട്ടിയ ഒരു കുട്ടിയും എങ്ങനെ പഠിക്കണം എന്നുള്ള അവന് വിഷയമല്ല. അതിനുള്ള വഴി കുട്ടിയല്ല വ്യക്തിയും തീർച്ചയായിട്ടും അതിനുള്ള വഴി തേടാനുള്ള എല്ലാ ശക്തിയും ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. അത് തേടുക തന്നെ ചെയ്യും. ആ ഒരു എന്തിന് ഞാൻ വളരണം, എന്തിന് ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ലോകത്തിന് ആ യജ്ഞഭാവത്തില് എന്തിന് ഞാൻ പ്രവർത്തിക്കണം എന്നുള്ളൊരു ഉത്തരം രക്ഷിതാവെന്ന നിലയിൽ, സഹോദരൻ എന്ന നിലയിൽ, ടീച്ചർ എന്ന നിലയിൽ നമ്മൾ പകർന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു തീ തന്നെയാണ്. പിന്നീട് വേറെ അവിടെ സഹായമൊന്നും ആവശ്യമായിട്ട് വരില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു.